ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. അപ്പോൾ നമ്മൾക്ക് നാളത്തേക്കുള്ള നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപേ നമ്മൾ ഇന്നലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ലെവൽസും കാര്യങ്ങളും ഇന്നത്തെ മാർക്കറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലെവൽസിൽ എങ്ങനെയാണ് ഇന്ന് നിഫ്റ്റി റിയാക്ട് ചെയ്തത്, ആ ലെവൽസ് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് 2 വീക്സിലെ വൺ ഓഫ് മൈ ഈസിയസ്റ്റ് ട്രേഡിംഗ് ഡേ. ഞാൻ പ്രോഫിറ്റബിൾ വൈസിലല്ല പറയുന്നത്, വളരെ ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റിയൊരു ഡേ ആയിരുന്നു നമുക്ക് ഇന്ന് എന്ന് പറഞ്ഞ ഡേ. അപ്പോൾ നമുക്ക് ആ ഒരു ലോജിക്കും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇന്നലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് ലെവൽസ് ഇത്രയും ലെവൽസ് ആയിരുന്നു. നിങ്ങൾ നമ്മുടെ ഇന്നലത്തെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത്രയും ലെവൽസ് 1 2 3 4 5 ലെവൽസ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആ ലെവൽസിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞായിരുന്നു 24097 എന്ന് പറഞ്ഞ ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ട് എത്താനുള്ള പോസിബിലിറ്റിയാണ് കൂടുതൽ. ഈ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഫർദർ മാർക്കറ്റ് ഒരു വൺ ഡയറക്ഷണൽ മൂവ് നമുക്ക് തരുന്നതായിട്ടും കാണാനായിട്ട് പറ്റി. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 ഏരിയാസിലായിരുന്നു എൻട്രി വന്നത്. നമ്മുടെ ഫസ്റ്റ് എൻട്രി ഈ ഒരു ഏരിയ ആയിരുന്നു. ഈ ഒരു ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത ടൈമിൽ തന്നെ നമുക്കൊരു എൻട്രി വന്നു. അതിന് എൻട്രി മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നൊരു ഇതിൽ പറഞ്ഞതാണ്. നമ്മൾ ഈ ഒരു ലെവലിൻ്റെ താഴെ മാർക്കറ്റിന് ഇതിന് മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഈ ഒരു ലെവലിൻ്റെ താഴെ വളരെ ചെറിയൊരു 10 പോയിൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് കീപ്പ് ചെയ്തു. നമ്മൾക്ക് ഇവിടം വരെ ആയിരുന്നു നമ്മളുടെ ടാർഗറ്റ്. അതിനുശേഷം നമ്മൾ ഈ ഒരു പോയിൻ്റ് വരെ നമ്മളെന്ന് പറഞ്ഞാൽ ഈ ഡ്രോ ചെയ്ത് വെച്ച പോയിൻ്റ് വരെയല്ല നമ്മൾ ഹോൾഡ് ചെയ്തത്. ഈ ഒരു പോയിന്റിൽ നിന്ന് എടുത്ത പൊസിഷൻസ് നമ്മൾ ഈ ഒരു ടാർഗറ്റും ഹിറ്റായതിന് ശേഷം മാത്രമായിരുന്നു നമ്മൾ കട്ട് ചെയ്ത് പോയത്. എന്നിട്ടും നമുക്ക് ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള മൂവും കാര്യങ്ങളും ഒക്കെ നമുക്ക് മാർക്കറ്റിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റി. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ട്രയലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം. ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റ് വന്നു കഴിഞ്ഞ് എനിക്ക് പിന്നെ അന്നത്തെ ദിവസത്തേക്ക് എനിക്ക് ആവശ്യമായിട്ടുള്ള പ്രോഫിറ്റ് ഞാനവിടെ ബുക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പ്രോഫിറ്റിനെ ആയിരുന്നു ഞാൻ ഈ ഒരു ഏരിയ വരെ റൺ ചെയ്തത്. നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാനായിട്ടും ഇന്നത്തെ ഒരു ഡേ കൊണ്ട് നമുക്ക് സാധിച്ചു. അപ്പം നമുക്ക് ഇനി എന്ത് ചെയ്യാം, നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസും കാര്യങ്ങളോട്ടൊക്കെ പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ നാളത്തേക്ക് നിഫ്റ്റിയിലേക്ക് നോക്കുന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽസും കാര്യങ്ങളെന്ന് പറയുന്നത് ഇത്രയും ലെവൽസാണ്. ഫസ്റ്റ് ലെവലായിട്ട് നമ്മൾ നോക്കുന്നത് 25,255. ക്ലിയർ കട്ടായിട്ട് മാർക്കറ്റ് ഈ ഒരു ലെവലിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഫർദർ അപ്പ് സൈഡിലോട്ടുള്ള എൻട്രികൾ എടുക്കത്തുള്ളൂ. ഇനി അല്ലാതെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ വന്നതിന് ശേഷം അവിടെ നിന്നൊരു റിജക്ഷൻ കാണിച്ച് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഫർദർ ഈ ഒരു ലെവലിലോട്ടും നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു ലെവലിലോട്ടും എത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ലെവൽസ് എല്ലാം തന്നെ പറഞ്ഞു പോകാം. 25,331, നെക്സ്റ്റ് ലെവൽ 25,255, നെക്സ്റ്റ് ലെവൽ 25,189, 25,153, നെക്സ്റ്റ് ലെവൽ 25,119 എന്ന് പറഞ്ഞ ലെവലുമാണ്. അപ്പോൾ ഇത്രയും ലെവൽസാണ് നമ്മൾ നാളത്തെ മാർക്കറ്റിന് വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് തന്നെ ഈ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ഇനി അപ്പ് സൈഡിലോട്ടാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ അങ്ങനെയല്ല വെക്കേണ്ടത്. ഈ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇനി ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡിലോട്ട് പോകുന്നതിനേക്കാളും നല്ലത് മാർക്കറ്റിന് അപ്പ് സൈഡിലോട്ട് പോകുന്നതാണ്. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. നിങ്ങൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ ട്രേഡ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് കൂടി ശ്രമിക്കുക. അപ്പോൾ ദാറ്റ്സ് ഓൾ, ബൈ.